ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയറുടെ മെഡിക്കൽ റിപ്പോർട്ട് ഇന്നലെ CBF പുറത്തുവിട്ടിരുന്നു. അതായത് നെയ്മർ അതിവേഗത്തിൽ പരിക്കിൽ നിന്നും മുക്തനാകുന്നു എന്നാണ് ബ്രസീൽ അറിയിച്ചിരുന്നത്. പക്ഷെ കൂടുതൽ വിവരങ്ങൾ അവർ നൽകിയിരുന്നില്ല. അതായത് നെയ്മറുടെ ഇഞ്ചുറി ഗ്രേഡ് 1 ആണോ 2 ആണോ എന്നൊന്നും അവർ പറഞ്ഞിരുന്നില്ല. എന്നാണ് നെയ്മർ ബോൾ കൊണ്ടുള്ള ട്രെയിനിങ് നടത്തുക എന്ന കാര്യത്തിലുള്ള ഒരു വിശദീകരണവും CBF നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. നെയ്മർ പുരോഗതി പ്രാപിക്കുന്നു എന്ന ഒരു വിവരം മാത്രമാണ് അവർ നൽകിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ CBFനെ വിമർശിച്ചുകൊണ്ട് പ്രമുഖ ഫുട്ബോൾ നിരീക്ഷകനായ സെർജിയോ സേവിയർ വന്നിട്ടുണ്ട്. അതായത് ബ്രസീലിയൻ ടീമിനകത്ത് ഒരു ഇരട്ട നീതിയുണ്ട്. നെയ്മർക്ക് ഇപ്പോൾ CBFിൽ നിന്നും വലിയ പിന്തുണ ലഭിക്കുന്നു. നെയ്മറുടെ പരിക്ക് ഗുരുതരമായിട്ടും അദ്ദേഹത്തിന് കാര്യമായ ഒരു പിന്തുണ ബ്രസീൽ നൽകുന്നു എന്നൊക്കെയാണ് സെർജിയോ സേവിയർ പറഞ്ഞിട്ടുള്ളത്. വെസ്ലിക്ക് മറ്റൊരു നീതി, നെയ്മർക്ക് മറ്റൊരു നീതി എന്നിങ്ങനെയാണ് കാര്യങ്ങൾ ഉള്ളത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ നെയ്മറുടെ സ്റ്റോറി വളരെയധികം മോശമാണ്, ഒരു ക്ലാരിറ്റിയും ഇല്ല. എന്തുകൊണ്ടാണ് ബ്രസീൽ മെഡിക്കൽ റിപ്പോർട്ട് കൃത്യമായി കൊണ്ട് പുറത്തുവിടാത്തത്? നെയ്മറുടെ പരിക്കിൻ്റെ ആഴം ഇപ്പോഴും വ്യക്തമായി പറയാൻ അവർ തയ്യാറാവുന്നില്ല. വെസ്ലിയുടെ കാര്യത്തിൽ അവർ പെട്ടെന്ന് തീരുമാനമെടുത്തു, അദ്ദേഹത്തെ ഒഴിവാക്കി. പക്ഷെ നെയ്മർക്ക് അവർ ഒരുപാട് സമയം നൽകുന്നു. ബ്രസീലിൽ ഇരട്ട നീതിയുണ്ടോ? ഇതാണ് സെർജിയോ സേവിയർ ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. നെയ്മറുടെ പരിക്കിൻ്റെ കാര്യത്തിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. സാന്റോസ് നെയ്മറുടെ പരിക്കിൻ്റെ സീരിയസ്നെസ് മറച്ചു വെച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു. ഏതായാലും 2 സൗഹൃദ മത്സരങ്ങളും നെയ്മർക്ക് നഷ്ടമായി. മൊറോക്കോക്കെതിരെയുള്ള മത്സരത്തിലും നെയ്മർ കളിക്കാൻ സാധ്യതയില്ല. അതിനുശേഷം ഹെയ്ത്തിക്കെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ തിരിച്ചു വരും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.